Coming to the pharmacokinetics of sulfonamides, it is rapidly and completely absorbed from the GI tract. It is a plasma protein bound drug. So, ഈ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. സോ നമ്മളുടെ പ്ലാസ്മ പ്രോട്ടീൻസിൽ ഈ ഒരു ഡ്രഗ് ബൈൻഡ് ആവും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ലോങ് ആക്ടിങ് ഡ്രഗ്. It is highly protein bound drugs. They are long acting. സോ ഈ ഒരു മെമ്പേഴ്സ് നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷനിൽ പല എക്സാമ്പിൾസ് കണ്ടു അല്ലേ, പല ഡ്രഗ്സിനും പല പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ടിങ് പ്രോപ്പർട്ടി ആണുള്ളത്. സോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ ലോങ് ആക്ടിങ് ഡ്രഗ്സ് ആണ്. ഇറ്റ് ഈസ് വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ടിഷ്യൂസ്. ഇത് ശരീരത്തുള്ള എല്ലാ ടിഷ്യൂസിലും തന്നെ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ എല്ലായിടത്തും എത്തും ഇത്. ഇറ്റ് ഓൾസോ ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആസ് വെൽ ആസ് ദ പ്ലാസെന്റൽ ബാരിയർ. ഇറ്റ് ഈസ് മെറ്റബോളൈസ്ഡ് ബൈ അസറ്റൈലേഷൻ ഇൻ ലിവർ. സോ ഇത് ലിവറിലാണ് മെറ്റബോളൈസ് ആവുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയിൽ കൂടിയാണ്. Coming to the adverse effects, the major adverse effects are nausea, vomiting and epigastric pain. There can be renal irritation, hematuria, albuminuria as well as crystalluria. There can be hypersensitivity reactions. അങ്ങനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇതൊക്കെയാണ്. ദർ ക്യാൻ ബി റാഷസ്, urticaria, drug fever, photosensitization, Stevens-Jones syndrome as well as exfoliating dermatitis. There can be hepatitis. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം ഇറ്റ് ഇസ് മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ. സോ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ലെവൽ കണ്ട മാതിരി ആവുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഹെപ്പറ്റൈറ്റിസ്. ദർ ക്യാൻ ബി ഹീമോലൈറ്റിക് അനീമിയ. ദർ ക്യാൻ ബി ഗ്രാനുലോസൈറ്റോപീനിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ആസ് വെൽ ആസ് ദർ ക്യാൻ ബി കെർണിക്ട്രസ്. സോ കെർണിക്ട്രസ് ഉണ്ടാവാനുള്ള കാരണം ഇറ്റ് ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ദീസ് ആർ ദ മേജർ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ദ ഡ്രഗ്. It can be nausea, vomiting and epigastric pain, renal irritation, hematuria, albuminuria as well as crystalluria, hypersensitivity reaction, hepatitis, hemolytic anemia, granulocytopenia and thrombocytopenia as well as kernicterus. സോ ഡ്രഗിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഷോർട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം എഴുതേണ്ടത് ഡ്രഗിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, പിന്നെ അതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്, പിന്നെ എഴുതേണ്ട ഒരു കാര്യമാണ് അഡ്വേഴ്സ് ഇഫക്ട്സ്. സോ അഡ്വേഴ്സ് ഇഫക്ട്സ് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ കോമൺ ആയിട്ട് ആ ഒരു ക്ലാസ്സിൽ വരുന്ന കുറേ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവും. ലൈക്ക് ആൻറ്റിബയോട്ടിക്സിനെല്ലാം തന്നെ GI ഇറിറ്റേഷൻ ഉണ്ടാവാം. GI ഇറിറ്റേഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നോസിയ, വോമിറ്റിംഗ്, ഹൈപ്പർ എപ്പിഗ്യാസ്ട്രിക് പെയിൻ. സോ ഇങ്ങനത്തെ കോമൺ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് അത് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക മാത്രമേ തരുള്ളൂ. ഇത് കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. പക്ഷേ ഇത് മുഴുവൻ കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ലിവറിലാണ് ഇത് മെറ്റബോളൈസ് ആവുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ലിവറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വിച്ച് ക്യാൻ ബി ഹെപ്പറ്റൈറ്റിസ്. പിന്നെ ഇവിടെ ഇപ്പോൾ എന്താ യൂറിനിൽ കൂടിയാണ് ഇത് എലിമിനേറ്റ് ആവുന്നത്. സോ കിഡ്നിക്ക് പ്രോബ്ലംസ് വരാം. റീനൽ ഇറിറ്റേഷൻ, ഹെമച്യൂറിയ, ആൽബുമിനൂറിയ, ക്രിസ്റ്റലൂറിയ. സോ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ടൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും വായിച്ച് തന്നെ പഠിക്കുക മാത്രമേ ഫാർമക്കോളജി തരുള്ളൂ. Coming to the uses, it can be used commonly in problems like UTI, nocardiosis, toxoplasmosis, trachoma and inclusion conjunctivitis. It can be used in malaria, where it is used as a combination between sulfadoxime and pyrimethamine. Ulcerative colitis, it can be used topically like sulfacetamide eye drops. It is used for bacterial conjunctivitis. Mefenamide and silver sulfadiazine ointment, it is used in burns in order to prevent infection. സോ ഒരു യൂസസ് ആണ് അടുത്തതായിട്ട് എഴുതേണ്ട ഒരു കാര്യം. ഇത് കാണാതെ പഠിക്കാൻ തന്നെ പറ്റുള്ളൂ.
സോ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൽ കോമൺ ഇൻഫെക്ഷൻസ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡോസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നെയിമെങ്കിലും പഠിച്ചു പോയാൽ മതി. ലൈക്ക് UTI, നോക്കാർഡിയോസിസ്, ടോക്സ്മോപ്ലാസ്മോസിസ്, ട്രക്കോമ ആൻഡ് ഇൻക്ലൂഷൻ, കൺജങ്ക്റ്റിവൈറ്റിസ്, മലേറിയ, അങ്ങനെ നെയിംസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. സോ ദാറ്റ് വാസ് അബൌട്ട് സൾഫണമൈഡ്. സോ സൾഫണമൈഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ സൾഫണമൈഡ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് സൾഫണമൈഡിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. അതൊന്നും കാണാതെ പഠിക്കേണ്ട. ജസ്റ്റ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആയിരുന്നു, ആദ്യമായിട്ട് മനുഷ്യനിൽ യൂസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത്രയും ഉപയോഗിക്കണില്ല. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ എക്സാമ്പിൾ സഹിതം എഴുതണം. പിന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആൻസർ ബ്രീഫ്ലി സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ എഴുതുമ്പോൾ അതിൽ എഴുതേണ്ടത് ഫാർമക്കോകൈനറ്റിക്സ്, അഡ്വേഴ്സ് ഇഫക്ട്സ് ആസ് വെൽ ആസ് യൂസസ് കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് എഴുതാം. നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ ഈ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുക. ലൈക്ക് നോസിയ, വോമിറ്റിംഗ്, എപ്പിഗാസ്ട്രിക് പെയിൻ ഉണ്ടാവാം. അപ്പോൾ GI ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഫുഡിൻ്റെ ഒപ്പം വേണം ഈ ഒരു ഡ്രഗ് കൊടുക്കാനായിട്ട്. എംപ്റ്റി സ്റ്റൊമക്കിൽ കൊടുക്കരുത്. റീനൽ ഇറിറ്റേഷൻ, ഹെമച്യൂറിയ, ആൽബിനൂറിയ, ക്രിസ്റ്റലൂറിയ ഉണ്ടാവാം. അപ്പോൾ എന്താ അതിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ ആയിട്ട് വരിക? ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പറയണം. എന്താ monitor the renal function in between the therapy. If the patient has any changes in urine output or any changes in urine, that is to be notified. There can be hypersensitivity reaction. So if the patient had a previous hypersensitivity reaction, never give the drug. If the observe for any hypersensitivity reaction like rashes, urticaria, if it occurs, manage immediately. There can be hepatitis. Appo monitor for jaundice. If also do a liver function test in between the therapy. If there are any toxic situations within the liver, immediately stop the drug. There can be hemolytic anemia. അതുകൊണ്ട് തന്നെ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡ്രഗ് കൊടുക്കാനായിട്ട് പാടില്ല. There can be granulocytopenia, thrombocytopenia. അപ്പോൾ എന്താ ത്രോംബോസൈറ്റോപീനിയ, ത്രോംബോസൈറ്റ്സിൻ്റെ അളവൊക്കെ കുറയുന്നതിന് കാരണം ദർ ക്യാൻ ബി ബ്ലീഡിങ് ടെൻഡൻസിറ്റീസ്. കർണിക്ട്രസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമുണ്ട്. അതുകൊണ്ട് ബ്ലഡ് ലെവൽ ഓഫ് ഡ്രഗ് മോണിറ്റർ ചെയ്യണം. ടോക്സിക് ലെവൽ ആവാൻ പാടില്ല, അതർവൈസ് ദ ക്ലൈൻറ്റ് ക്യാൻ ഹാവ് കർണിക്ട്രസ്. പിന്നെ സിൻസ് ഇറ്റ് ക്രോസസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, നമ്മൾ ഫാർമക്കോകൈനറ്റിക്സിൽ പറഞ്ഞായിരുന്നു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നത്. അതങ്ങനെ ക്രോസ് ചെയ്യുന്ന കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ ഒരു ഡ്രഗ് കൊടുക്കാൻ പാടില്ല. സോ ഇങ്ങനെ ഫാർമക്കോകൈനറ്റിക്സും അഡ്വേഴ്സ് ഇഫക്ട്സും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഞാൻ ഈ പറഞ്ഞ മോഡലിൽ വേണം നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് എഴുതാനായിട്ട്. സോ ഒരു ഡ്രഗ് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനും ഡ്രഗിന് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ, ഡ്രഗിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻ, ഡ്രഗിൻ്റെ ആക്ഷൻ, ഫാർമക്കോകൈനറ്റിക്സ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്, ആക്ഷൻസ് ആൻഡ് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ഇങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ് ഒരു ഡ്രഗ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിംഗ് ഹൗ ടു write a drug during examination. So please go through this seriously. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.